ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഇലക്ട്രോണിക്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മൂന്നാമത്തെ അധ്യായമായ സോളിഡ് സ്റ്റേറ്റ് ഫണ്ടമെൻ്റൽസിനെ കുറിച്ചാണ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയലുകൾ ആയിരിക്കുന്ന സോളിഡ് സ്റ്റേറ്റ് മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളായ ജംഗ്ഷൻ ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഖരരൂപത്തിലുള്ള സെമി കണ്ടക്ടറുകളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് സിലിക്കണും ജെർമേനിയവുമാണ്. ചില പ്രത്യേക ആപ്ലിക്കേഷൻസിനു വേണ്ടി ഗാലിയം ആർസനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ് പോലെയുള്ള സങ്കര ഇനത്തിലുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയലുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സിലിക്കണും ജെർമേനിയവും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബെറ്റർ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി, ലോവർ കോസ്റ്റ്, സ്ട്രോങ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നീ കാരണങ്ങളാൽ കൂടുതലായി നമ്മൾ ഉപയോഗിക്കുക സിലിക്കൺ മെറ്റീരിയലാണ്. അതായത് സിലിക്കൺ മെറ്റീരിയലിൻ്റെ അറ്റോമിക് നമ്പർ 14ഉം ജെർമേനിയത്തിൻ്റേത് 32ഉമാണ്. അതുകൊണ്ട് തന്നെ സിലിക്കൺ മെറ്റീരിയലിന് 3 ഓർബിറ്റുകളാണുള്ളത്, ജെർമേനിയത്തിന് 4 ഓർബിറ്റും. ഈ കാരണത്താൽ അറ്റോമിക് സ്ട്രക്ചറിലുള്ള ഈ ഒരു ഡിഫറൻസ് മൂലം സിലിക്കണിന് ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഉയർന്ന ടെമ്പറേച്ചറിലും അതിന് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. അതുപോലെ മെറ്റീരിയൽസിനെ വേർതിരിച്ചെടുക്കുന്നതിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് സിലിക്കണ് വളരെ കുറവാണ്. സിലിക്കൺ വളരെ എളുപ്പത്തിൽ പ്രകൃതിയിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. സിലിക്കണിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ വളരെ സ്ട്രോങ്ങുമാണ്. ഇത്തരം കാരണങ്ങളാൽ സിലിക്കൺ മെറ്റീരിയലായിരിക്കും നമ്മൾ സെമി കണ്ടക്ടർ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുൻപോട്ട് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് എനർജി ലെവൽ ഡയഗ്രം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി വ്യത്യസ്ത ആറ്റം മോഡലുകൾ ഉണ്ടെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബോർ ആറ്റം മോഡലാണ്. ബോർ ആറ്റം മോഡൽ പ്രകാരം ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും ചാർജില്ലാത്ത ന്യൂട്രോൺസും ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിന് ചുറ്റും വ്യത്യസ്ത പാതകളിലായി, ഓർബിറ്റുകളിലായി ഇലക്ട്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ഓർബിറ്റിൻ്റെ എനർജി വളരെ കുറവും ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകും തോറും ഓരോ ഓർബിറ്റിൻ്റെയും എനർജി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. എനർജി കുറവുള്ള ന്യൂക്ലിയസിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഓർബിറ്റിലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനോട് വളരെ സ്ട്രോങ്ലി ബോണ്ടഡ് ആയിരിക്കും. എന്നാൽ ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകും തോറും ആ ഓർബിറ്റുകളുടെ എനർജി കൂടുതലായിരിക്കും. ആ ഓർബിറ്റുകളിൽ കൂടെ സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകളുടെ എനർജി ആ ഓർബിറ്റുകളുടെ എനർജി തന്നെയായിരിക്കും. അപ്പോൾ ഇലക്ട്രോണുകളുടെ എനർജി വർദ്ധിക്കുന്നതോറും അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വർദ്ധിക്കുന്നതോറും ന്യൂക്ലിയസുമായുള്ള ബോണ്ടിങ് ഫോഴ്സ് കുറഞ്ഞു വരുന്നു. ടെമ്പറേച്ചർ രൂപത്തിലുള്ള അഥവാ ലൈറ്റ് എനർജി രൂപത്തിലുള്ള അഡീഷണൽ എനർജി സപ്ലൈ ചെയ്ത് ഈ ഔട്ടർ ഓർബിറ്റിലെ ഇലക്ട്രോണുകളെ നമുക്ക് വളരെ പെട്ടെന്ന് ന്യൂക്ലിയസിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യാൻ, വേർപെടുത്താൻ സാധിക്കും. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ആറ്റത്തിൻ്റെ എനർജി ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുക. നമുക്കൊരു ഐസൊലേറ്റഡ് ആറ്റത്തെ കൺസിഡർ ചെയ്യാം. ഐസൊലേറ്റഡ് ആറ്റം എന്ന് പറയുമ്പോൾ ആ മെറ്റീരിയലിൽ നിന്നും വേർപെട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാറ്റം. അപ്പോൾ അതിന് അതിൻ്റെ നെയ്ബറിങ് ആറ്റത്തിൻ്റെയോ ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളുടെയോ യാതൊരുവിധ ഇഫക്റ്റും ഇൻട്രാക്ഷനും ഉണ്ടായിരിക്കുകയില്ല. അത്തരത്തിൽ ഒരു ആറ്റത്തിൻ്റെ ഓരോ ഓർബിറ്റിൻ്റെയും എനർജി വ്യത്യസ്തമായിരിക്കും. ഓരോ ഓർബിറ്റിലുമുള്ള ഇലക്ട്രോണുകളുടെ എനർജിയും വ്യത്യസ്ത എനർജി ആയിരിക്കും. അതിനെ നമുക്ക് ഈ രീതിയിൽ ഒരു എനർജി ലെവൽ ഡയഗ്രമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ന്യൂക്ലിയസിനോട് ചേർന്നുള്ള ആദ്യ ഓർബിറ്റിൻ്റെ എനർജി E1, അതായിരിക്കും ഏറ്റവും കുറഞ്ഞ എനർജി. അതിനുശേഷമുള്ള രണ്ടാമത്തെ ഓർബിറ്റിൻ്റെ എനർജി ആദ്യത്തേതിനേക്കാൾ അല്പം കൂടുതലായിരിക്കും, അത് E2 എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത ഓർബിറ്റ്, മൂന്നാമത്തെ ഓർബിറ്റിൻ്റെ എനർജി E3 എന്ന്
റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അറ്റോമിക് നമ്പർ വർദ്ധിക്കും തോറും ഇലക്ട്രോണുകളുടെ എണ്ണം വർദ്ധിക്കും, ഓർബിറ്റുകളുടെ എണ്ണവും വർദ്ധിക്കും. അതിനനുസരിച്ച് എനർജി ലെവൽ ഡയഗ്രത്തിലെ എനർജി ലെവൽസിൻ്റെ എണ്ണവും വർദ്ധിക്കുന്നു. അപ്പോൾ ഓരോ ഓർബിറ്റിൻ്റെ എനർജിയും ഒരു സിംഗിൾ എനർജി ലെവലായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ഐസൊലേറ്റഡ് ആറ്റത്തിൻ്റെ എനർജി ഡയഗ്രത്തിന് പറയുന്ന പേരാണ് എനർജി ലെവൽ ഡയഗ്രം. ഇനി നമുക്ക് ഇതേ ആറ്റം തന്നെ അതിൻ്റെ സോളിഡിൽ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മെറ്റീരിയലിൽ ആയിരിക്കുമ്പോൾ അതിൻ്റെ എനർജി ഡയഗ്രം വരയ്ക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ സോളിഡ്സിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. സോളിഡ്സിൽ ആറ്റംസ് വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. അപ്പോൾ വളരെ അടുത്തടുത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ആറ്റത്തിൻ്റെയും ഓർബിറ്റുകൾ തമ്മിൽ, പ്രത്യേകിച്ച് ഔട്ടർ ഓർബിറ്റുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതിന് കാരണമായി തീരുന്നു. അപ്പോൾ ഈ ഓർബിറ്റുകളിൽ കൂടി ചാർജുള്ള, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും ഇലക്ട്രോണുകളെ അതിൻ്റെ നെയ്ബറിംഗ് ആറ്റത്തിൻ്റെ ചാർജ്ഡ് പാർട്ടിക്കിൾസായ ഇലക്ട്രോണുകൾ അഫക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ ഇലക്ട്രോണുകളുടെ എനർജി ലെവൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് കാരണമായി തീരുന്നു. എനർജി ലെവൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ലെവലുകൾ തമ്മിൽ ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടായിരിക്കുകയില്ല. വളരെ അടുത്തടുത്ത എനർജി ലെവലുകളിലേക്കായിട്ടായിരിക്കും അത് സ്പ്ലിറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു മെറ്റീരിയലിൻ്റെ എനർജി ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും ഫസ്റ്റ് ഓർബിറ്റിൻ്റെ ഡയഗ്രം വരയ്ക്കുമ്പോൾ അതൊരു എനർജി ലെവൽ ഡയഗ്രമായിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കുകയില്ല. നെയ്ബറിംഗ് ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എഫക്റ്റ് മൂലം ആ എനർജി ഓരോ ഫസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണുകളുടെ എനർജിയും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊരു ബാൻഡ് ഓഫ് എനർജി ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ഓർബിറ്റിൻ്റെയും, സെക്കൻഡ് ഓർബിറ്റ് ആയാലും തേർഡ് ഓർബിറ്റ് ആയാലും, ഈ ക്ലോസ്ലി സ്പേസ്ഡ് ആറ്റംസ് ആയതുകൊണ്ട് നെയ്ബറിംഗ് ആറ്റത്തിൻ്റെ ചാർജ് കാരിയേഴ്സിൻ്റെ എഫക്റ്റ് മൂലം എനർജി ലെവലുകൾ സ്പ്ലിറ്റ് ചെയ്ത് ഒരു എനർജി ബാൻഡ് ഓഫ് എനർജി ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള എനർജി ഡയഗ്രത്തിന് പറയുന്ന പേരാണ് എനർജി ബാൻഡ് ഡയഗ്രം. അതിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ഡിസ്കഷന് വേണ്ടി എടുക്കുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൻ്റെ എനർജി ബാൻഡാണ്. ഒരു ആറ്റത്തിലെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണുകൾക്ക് പറയുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺ. ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണുകളെയാണ് നമുക്ക് അഡീഷണൽ എനർജി കൊടുത്ത് ഫ്രീ ആക്കാൻ, ആ ഓർബിറ്റിൽ നിന്നും ഫ്രീ ആക്കാൻ നമുക്ക് സാധിക്കുക. അത്തരത്തിലുള്ള ഫ്രീ ഇലക്ട്രോണുകളാണ് നമുക്ക് കറണ്ട് കണ്ടക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് കാരണമായി തീരുന്നത്, അവൈലബിൾ ആയിരിക്കുന്നത്. ഇന്നർ ഓർബിറ്റുകളിലെ ഇലക്ട്രോണുകളെ ഫ്രീ ആക്കുക എന്ന് പറയുന്നത്, അഡീഷണൽ എനർജി കൊടുത്ത് ഫ്രീ ആക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫ്രീ ആകാൻ സാധ്യതയുള്ളതും എക്സ്റ്റേണൽ എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുമായ ഇലക്ട്രോണുകൾ ഔട്ടർ ഓർബിറ്റിലെ ഇലക്ട്രോണുകളായതുകൊണ്ട് ആ ഔട്ടർ ഓർബിറ്റിലെ ഇലക്ട്രോണുകൾ അഥവാ വാലൻസ് ഇലക്ട്രോണുകളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായി ഡിസ്കസ് ചെയ്യുക. ഈ വാലൻസ് ഇലക്ട്രോണുകൾ പൊസസ് ചെയ്യുന്ന എനർജി ബാൻഡിന് പറയുന്ന പേരാണ് വാലൻസ് ബാൻഡ്. അപ്പോൾ നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രം വരയ്ക്കുമ്പോൾ ഈ ഒരു എനർജി ബാൻഡ് ഡയഗ്രം വരച്ചാൽ മതിയാവും. ഇന്നർ ഓർബിറ്റുകളുടെ എനർജി റെപ്രസെൻ്റ് ചെയ്യുന്ന എനർജി ബാൻഡ് ഡയഗ്രം വരയ്ക്കേണ്ടതില്ല, കൺസിഡർ ചെയ്യേണ്ടതില്ല. ഇനി വാലൻസ് ബാൻഡിൽ നിന്നും എക്സ്റ്റേണൽ എനർജി സ്വീകരിച്ച് ആറ്റത്തിൽ നിന്നും ഫ്രീ ആകുന്ന ഇലക്ട്രോണുകൾ, അത്തരത്തിലുള്ള ഇലക്ട്രോണുകളെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. കാരണം അവ കറണ്ട് കണ്ടക്ടിവിറ്റിയിൽ ഭാഗഭാക്കുകളാകുന്നു, കറണ്ട് കണ്ടക്ഷന് കാരണമായി തീരുന്നു. അങ്ങനെ ആ ഫ്രീ ഇലക്ട്രോണുകൾ പൊസസ് ചെയ്യുന്ന റേഞ്ച് ഓഫ് എനർജിക്ക് പറയുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഓരോ ആറ്റത്തിനും ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണുകൾ പൊസസ് ചെയ്യുന്ന ഒരു എനർജി ബാൻഡ് ഉണ്ടാവും. അത് വാലൻസ് ബാൻഡ് എന്നാണ് അറിയപ്പെടുക. ആ വാലൻസ് ബാൻഡിൽ നിന്ന് അഥവാ ഔട്ടർ ഓർബിറ്റിൽ നിന്നും അഡീഷണൽ എനർജി സ്വീകരിച്ച്, എക്സ്റ്റേണൽ എനർജി സ്വീകരിച്ച്, ലൈറ്റ് എനർജിയോ ടെമ്പറേച്ചർ എനർജിയോ സ്വീകരിച്ച് ഫ്രീ ആകുന്ന ഇലക്ട്രോണുകളുണ്ടാവും. ആ ഫ്രീ ഇലക്ട്രോണുകൾ പൊസസ് ചെയ്യുന്ന എനർജി ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് അറിയപ്പെടുന്നു. ഈ കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയിൽ ഒരു എനർജി ഗ്യാപ്പ് ഉണ്ട്, എനർജി ഡിഫറൻസ് ഉണ്ട്.
അത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ് അറിയപ്പെടുക. ക്യാപിറ്റൽ ഇ സഫിക്സ് ജി എന്ന് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അത് ബാൻഡ് ഗ്യാപ്പ് എനർജി എന്നോ ബാൻഡ് ഗ്യാപ്പ് എന്നോ അറിയപ്പെടുന്നു. അപ്പോൾ ഇലക്ട്രോണുകൾക്ക് ഒന്നെങ്കിൽ ഈ വാലൻസ് ബാൻഡിൽ അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിൽ ആയിരിക്കാനേ സാധിക്കുകയുള്ളൂ. ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, ഈ എനർജി ലെവലുകൾ ഒരിക്കലും പൊസസ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി ഈ വാലൻസ് ബാൻഡിനെയും കണ്ടക്ഷൻ ബാൻഡിനെയും അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളാണ് അടുത്ത ടോപ്പിക്കുകളിൽ നമ്മൾ കാണുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. ഈ എനർജി ബാൻഡ് ഡയഗ്രത്തെ അടിസ്ഥാനമാക്കി മെറ്റീരിയലുകളുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇവിടെ ഡയഗ്രാം നോക്കുക. 3 വ്യത്യസ്ത എനർജി ബാൻഡ് ഡയഗ്രാംസ് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡുമായിട്ടുള്ള എനർജി ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോണുകൾ ധാരാളമായി കാണപ്പെടുന്നു. എന്നാൽ ഈ ഇലക്ട്രോണുകൾക്ക് അഡീഷണൽ എനർജി കിട്ടി കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് കാരണം ഇത് രണ്ടും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കൂടുതലാണ്. 3 ഇലക്ട്രോൺ വോൾട്ടിലും കൂടുതലാണ്. അത്രയും അഡീഷണൽ എനർജി അതിന് പ്രകൃതിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് അഡീഷണലായിട്ട് കൊടുക്കുവാനോ സാധിക്കുകയില്ല. അങ്ങനെ അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത്തരം മെറ്റീരിയലുകൾ, അതായത് എനർജി ബാൻഡ് ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിലും കൂടുതലായിട്ടുള്ള മെറ്റീരിയലുകളുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള മെറ്റീരിയലിന് പറയുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. റബ്ബർ, വുഡ്, പ്ലാസ്റ്റിക് എന്നിവ അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ലാത്ത, നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ അതിൽ കൂടെ ഇലക്ട്രിസിറ്റി കറണ്ട് പാസ് ചെയ്യാത്ത മെറ്റീരിയലുകളാണ് ഇൻസുലേറ്റേഴ്സായിട്ട് അറിയപ്പെടുന്നത്. റബ്ബർ, വുഡ്, പ്ലാസ്റ്റിക് എന്നിവയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? ഇൻസുലേറ്റേഴ്സിൽ കണ്ടക്ഷൻ എനർജി ബാൻഡും വാലൻസ് എനർജി ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിലും കൂടുതലാണ്. അതിനാൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണുകൾക്ക് ഇത്രയും അഡീഷണൽ എനർജി സ്വീകരിച്ച് ഒരിക്കലും കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ ഇൻസുലേറ്റേഴ്സ് എന്നറിയപ്പെടുക. കാരണം അവയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി 0 ആണ്, അല്ലെങ്കിൽ അവയ്ക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ല. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കുക. മൂന്നാമത്തെ ചിത്രത്തിലുള്ള മെറ്റീരിയലുകളുടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ യാതൊരുവിധ എനർജി ഡിഫറൻസുമില്ല. അത് ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. വാലൻസ് ബാൻഡിലെ ഇലക്ട്രോണുകൾ തന്നെ കണ്ടക്ഷൻ ബാൻഡിലും അവൈലബിൾ ആണ്. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോണുകൾ വാലൻസ് ബാൻഡിലും അവൈലബിൾ ആണ്. ഇവിടെ എനർജി ഡിഫറൻസ് ഇല്ല 2 എനർജി ബാൻഡുകളും തമ്മിൽ. അതായത് നമുക്ക് ഫ്രീ ഇലക്ട്രോണുകൾ ധാരാളമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളാണ് കണ്ടക്ടേഴ്സ് എന്ന് അറിയപ്പെടുക. ഇവയിൽ ഓൾറെഡി ഫ്രീ ഇലക്ട്രോണുകൾ അഥവാ കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ട് ഇത്തരം മെറ്റീരിയലിന് അക്രോസായി നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം മെറ്റീരിയലുകളുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ ഉയർന്നതായിരിക്കും. അതിനാൽ ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ കണ്ടക്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നു. അതിന് ഉദാഹരണങ്ങളാണ് ഗോൾഡ്, സിൽവർ, അലുമിനിയം. ഇനി മൂന്നാമത്തെ നോക്കുക. എനർജി ബാൻഡ് ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിലും കുറവ്, എന്നാൽ എനർജി ബാൻഡ് ഗ്യാപ്പ് 0 അല്ലതാണ്. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിന് വാലൻസ് ബാൻഡിൽ ധാരാളമായി ഇലക്ട്രോണുകൾ ഉണ്ടാവും, അതായത് ഔട്ടർ ഓർബിറ്റിൽ ധാരാളമായി ഇലക്ട്രോണുകൾ ഉണ്ടാവും. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോണുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. എന്നാൽ വാലൻസ് ബാൻഡിൽ നിന്നും അഡീഷണൽ എനർജി കൊടുത്ത് എക്സ്റ്റേണൽ എനർജി ലഭിക്കുമ്പോൾ ഇലക്ട്രോണുകൾക്ക് ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതുപോലെ ഇൻസുലേറ്റേഴ്സിൻ്റേതിനും കണ്ടക്ടേഴ്സിൻ്റേതിനും ഇടയിൽ കണ്ടക്ടിവിറ്റിയുള്ള മെറ്റീരിയലുകൾക്ക് പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. ഇവയ്ക്ക് 0 കണ്ടക്ടിവിറ്റി അല്ല, ചെറിയ രീതിയിൽ അതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സാധ്യമാണ്. എന്നാൽ കണ്ടക്ടേഴ്സിൻ്റേതുപോലെ എനർജി ബാൻഡ് ഗ്യാപ്പ് ഇല്ലാതെ വാലൻസ് ഇലക്ട്രോണുകളെല്ലാം കണ്ടക്ഷൻ ബാൻഡിൽ അവൈലബിളുമല്ല. ഫ്രീ ഇലക്ട്രോണുകളുടെ എണ്ണം വളരെ കുറവുമാണ്. അതിനാലത് ഒരു കണ്ടക്ടറിനെ പോലെ ഇലക്ട്രിസിറ്റിയുടെ ഒരു ഗുഡ് കണ്ടക്ടർ അല്ലതാണ്. അതിന് ഉദാഹരണങ്ങളാണ് 14th ഗ്രൂപ്പ് എലമെൻസായ സിലിക്കണും ജെർമേനിയവും. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്.
എനർജി ബാൻഡ് ഡയഗ്രത്തെ അടിസ്ഥാനമാക്കി മെറ്റീരിയലുകളുടെ ക്ലാസിഫിക്കേഷൻ മിക്കവാറും വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ നന്നായി പഠിക്കുക. ഒന്നാമത്തേത് എനർജി ബാൻഡ് ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിലും കൂടുതലുള്ള മെറ്റീരിയലുകൾ. അതിന് കണ്ടക്ടിവിറ്റി 0 ആയിരിക്കും. അതിനാൽ അവ ഇൻസുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്നു. അടുത്തത് എനർജി ബാൻഡ് ഗ്യാപ്പ് ഇല്ലാത്ത വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലുകൾ. അതിൽ ഫ്രീ ഇലക്ട്രോണുകൾ ധാരാളമായി ഉണ്ടാവും. അവയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. അത് കണ്ടക്ടേഴ്സ് എന്നറിയപ്പെടുന്നു. ഉദാഹരണം ഗോൾഡ്, സിൽവർ, അലുമിനിയം. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഇടയിൽ ഉള്ളവ, അതായത് ഒരു മോഡറേറ്റ് കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയലുകൾ, അത് സെമി കണ്ടക്ടേഴ്സ് എന്നറിയപ്പെടുന്നു. അതിൻ്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ് 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഈ സെമി കണ്ടക്ടർ മെറ്റീരിയലുകളിൽ ഉപയോഗിക്കുന്ന ബോണ്ടിങ് സ്ട്രക്ചറാണ് നമ്മൾ കാണുക. കെമിസ്ട്രിയിൽ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ബോണ്ടിങ് സ്ട്രക്ചർ പല രീതിയിലുള്ളത് പഠിച്ചതാണ്. അയോണിക് ബോണ്ടിങ്, കോർഡിനേറ്റ് ബോണ്ട്സ്, കോവാലന്റ് ബോണ്ട്സ് എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ബോണ്ടിങ് സ്ട്രക്ചറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ 14 ആണ്, ജർമേനിയത്തിൻ്റേത് 32ഉം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മെറ്റീരിയൽസിൻ്റെയും ഔട്ടർ ഓർബിറ്റുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. അതിൻ്റെ ക്രമീകരണം അങ്ങനെയാണ്. അപ്പോൾ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ആറ്റത്തിനും, എല്ലാ മെറ്റീരിയലുകളിലുമുള്ള ഓരോ ആറ്റവും എപ്പോഴും അതിൻ്റെ ഔട്ടർ ഓർബിറ്റിൽ 8 ഇലക്ട്രോണുകൾ തികയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതെന്തിനു വേണ്ടിയാണ്? അതിന് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതിന് വേണ്ടി. ഒരു ആറ്റം സ്റ്റേബിൾ ആകുന്നത് അതിൻ്റെ ഔട്ടർ ഓർബിറ്റിൽ 8 ഇലക്ട്രോണുകൾ ഉള്ളപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ആറ്റവും എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കാൻ, സ്റ്റെബിലിറ്റി കൈവരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതായത് അതിൻ്റെ ഔട്ടർ ഓർബിറ്റിൽ 8 ഇലക്ട്രോണുകൾ തികയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി അത് വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിക്കുന്നു മാത്രം. ചിലപ്പോൾ അയോണിക് ബോണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ കോർഡിനേറ്റ് ബോണ്ട്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സെമി കണ്ടക്ടർ മെറ്റീരിയലുകൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കുന്നതിന് വേണ്ടി, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ തികയ്ക്കുക. അതിനുവേണ്ടി അത് സെലക്ട് ചെയ്തിരിക്കുന്നത് കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ടിങ് സ്ട്രക്ചറാണ് സെമി കണ്ടക്ടർ മെറ്റീരിയലുകൾ സ്വീകരിച്ചിരിക്കുന്നത്. സിലിക്കൺ മെറ്റീരിയലിൻ്റെ കോവാലന്റ് ബോണ്ട് സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഇവിടുത്തെ സെൻറ്റർ ആറ്റം കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഔട്ടർ ഓർബിറ്റിൽ 4 ഇലക്ട്രോണുകളാണുള്ളത്. ആ സിലിക്കൺ ആറ്റം അതിന് തൊട്ടടുത്തുള്ള 4 നെയ്ബറിംഗ് ആറ്റംസുമായിട്ട് ഈ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സിലിക്കൺ ആറ്റത്തിന് ഇവിടെ ഈ സിലിക്കൺ ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ ലഭിച്ചു, ഇതിൽ നിന്നും മറ്റൊരു ഇലക്ട്രോണിനെ ലഭിച്ചു, ഇതിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ ലഭിച്ചു. അടുത്തുള്ള 4 സിലിക്കൺ ആറ്റത്തിൽ നിന്നായി ഓരോ ഇലക്ട്രോണുകളെ കൂടി ഷെയർ ചെയ്ത് അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ അത് 2, 2, 4, 2, 6, 2, 8 ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഓരോ സിലിക്കൺ ആറ്റവും അതിൻ്റെ അടുത്ത് വരുന്ന 4 നെയ്ബറിംഗ് ആറ്റംസുമായി ഓരോ ഇലക്ട്രോണുകളെ വീതം, അതായത് 4 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നു. ജർമേനിയം ആറ്റത്തിൻ്റെ കോവാലന്റ് ബോണ്ടിങ് സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഒരു ആറ്റത്തിൻ്റെ ഷെയറിങ് മാത്രമേ ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുള്ളൂ. നെയ്ബറിംഗ് 4 ആറ്റംസുമായിട്ട് 4 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് അത് ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ തികയ്ക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ബോണ്ടിങ്ങിന് പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. അപ്പോൾ സെമി കണ്ടക്ടറുകൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ കോവാലന്റ് ബോണ്ടിങ് സ്ട്രക്ചറാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.